അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. എന്തപ്പോ ബീഫും പരിപാടി കൊറേ നേരമായല്ലോ. അതായത് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം എന്താ പറയാ, ആഹാ. കണക്ക് കൂട്ടിയിട്ട് രണ്ടും രണ്ടും അഞ്ചാവാ, നാലാവണില്ല. ഇനിയിപ്പോ ഞാൻ പൊട്ടനാണോ, അതോ നമ്മൾ ഇന്ത്യക്കാർ മൊത്തം പൊട്ടന്മാരാണോ, അതോ എന്താന്നൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തപ്പോ അതോ അങ്ങനെ? നമ്മളെ ഭരണാധികാരികൾ നമ്മളെ ഇന്ത്യക്കാരെ പ്രജകളെ പൊട്ടന്മാരാക്കുകയാണോ, അതും ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം അവരെ കണക്കിന് അങ്ങനെ. ഇപ്പം ഇവിടെ കണ്ടമാനം ബീഫ് വരുന്നുണ്ട്. അറബി ഗൾഫിൽ മാത്രമെന്നല്ല, വേൾഡിൽ നമ്മൾ ഇന്ന് ലോകത്ത് ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കണം. 10 വർഷം മുമ്പ് അത് 5ാം 6ാം സ്ഥാനത്തായിരുന്നു. ഇന്നിപ്പം 2ാം സ്ഥാനത്താണ്. മാത്രമല്ല, വളരെ വില കുറച്ച് ബീഫ് ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്കാളും വില കുറച്ചിട്ടാണ് നമുക്ക് ഇവിടെ ബീഫ് കിട്ടുന്നത്. അത് നല്ല ഫ്രഷ് ബീഫ്. ഇത് വരുന്നതാണെങ്കിലോ മുംബൈയിൽ നിന്ന്, മെയിനായിട്ട് മുംബൈയിൽ നിന്നാണ്. പിന്നെ UP, അതുപോലെ തന്നെ ഗുജറാത്ത്. ഇവിടെ നിന്നാണ് ഈ കമ്പനികൾ മുഴുവൻ കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ ബീഫ് പാടില്ല. അതായത് നിരോധിച്ച ബീഫ് നിരോധനമുള്ള സ്റ്റേറ്റുകളാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, നെറ്റിലൊന്നും നോക്കിയിട്ട് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്ത ബീഫ് കിട്ടിയില്ല. അപ്പൊ ഈ ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേ, എന്താ ഇതിന്റെ ഒരു ഐഡിയ? ആ നാട്ടിൽ ഇത് തിന്നാനും പാടില്ല, അറക്കാനും പാടില്ല, എന്നാ വരുന്നത് അവിടെ നിന്നാണേനും. ലോകത്തിന്ന് വേൾഡില് 2ാം സ്ഥാനത്തെത്തി നമ്മളെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ എനിക്കിങ്ങനെ കണക്കൂട്ടുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നില്ല. നമുക്ക് തിന്നാൻ കൊടുക്കാതെ വേൾഡിലേക്ക് ഈ മാംസം കയറ്റുമതി ചെയ്യുന്നത് എന്താണ്? 2, ഇന്നിപ്പം എനിക്ക് തോന്നുന്നു 1ാം സ്ഥാനത്ത് ബ്രസീലാണ് തോന്നുന്നത്. കാരണം ബ്രസീലിൽ അതിന് മാത്രം ഫാമുകളാണ്. അതായത് നമ്മുടെ കോഴി ഫാം മാതിരി ഇഷ്ടം പോണം ബീഫിന്റെ ഫാമുകൾ ഉണ്ടാക്കിയിട്ടാണ് അവര് പിന്നെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവരെ വളർത്തിയിട്ട് അങ്ങനെയാണ് വേൾഡിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. നമ്മളെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതങ്ങോട്ട് നിരോധിച്ചു. അതായത് ഗുജറാത്ത്, UP ഇങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഇതങ്ങോട്ട് നിരോധിച്ചു. അപ്പൊ ഈ ബീഫ് എന്തായി? അവിടെ ബാലൻസ് ആയി. കാരണം അത് അവിടെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എന്താവും, ഈ കമ്പനികളിലേക്ക് ഇത് വളർത്തുന്ന കർഷകന് ഇത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ കമ്പനി ആളുകൾ, ഇതിന്റെ ഏജന്റ് ഉണ്ടാവും, അവർക്കിത് കുറഞ്ഞ വിലക്ക് കൈമാറുന്നുണ്ടാവും. അപ്പൊ ഇത് കയറ്റുമതി എളുപ്പം, വളരെ സിമ്പിൾ ടെക്നോളജി. അതിന് തലച്ചോറില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ചാണകം തിന്നണ ചാണകം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടതാ ഞാൻ പറയും. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതായത് എന്താണ്, ഇത് ഞങ്ങൾ അമ്മയാണ്, ഇതിനെ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. ആ അമ്മയാണ് ഈ തെല്ലാജിലെ ഐസായിട്ട് എടുക്കുന്നത്. ഗുജറാത്തിൽ നിന്നും, അതായത് ബോംബെയിൽ നിന്നും UP നിന്നും വന്ന അമ്മയാണ് ഈ എടുക്കുന്നത് മുഴുവൻ. ഞാൻ ഇതിന്റെ അഡ്രസ്സൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇത് മുഴുവൻ അവിടെ നിന്നാണ്. അപ്പൊ അതിന്റെ അതിങ്ങനെ ഒരു കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു തരാം. ഞാൻ എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ പറഞ്ഞു. ഓക്കെ. അതായത് ലോകത്ത് ഇന്ന് ബീഫ് കയറ്റുമതി എന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്തിലേക്ക് ഇന്ത്യ ഇന്ന് എത്തിക്കണമെങ്കിൽ എത്ര ബീഫ് വേണം? ബ്രസീലിൽ തന്നെ ടൺ കണക്കിന് ബീഫാണ് ബ്രസീൽ ഒരു വർഷം കയറ്റുമതി ചെയ്യുന്നത്. ഇത് കോടാനുകോടി രൂപയുടെ. കറക്റ്റ് അതിന്റെ കണക്കുകളൊക്കെ നമുക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഇതിന്റെ ഉടമസ്ഥരെ കിട്ടും, ഇതിന്റെ കമ്പനി കിട്ടും, ഇതിന്റെ സ്ഥലം കിട്ടും, കയറ്റുമതി ചെയ്യുന്ന എല്ലാം നമുക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ അത് ആരാന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും നോക്കിയാൽ കിട്ടുന്ന കാര്യമാണല്ലോ. എന്നാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ അവരെ നാട്ടിലെ ആളുകളെ പറഞ്ഞ് പറ്റിച്ച് തിന്നാൻ അയക്കാതെ ആ സാധനം വാങ്ങി എക്സ്പോർട്ട് ചെയ്ത് 1ാം സ്ഥാനത്തെത്തിയ ആ ബുദ്ധി ഉണ്ടല്ലോ, അത് പ്രധാനമന്ത്രിയുടെ ആയാലും ശരി, ഏത് ഭരണകർത്താക്കളുടെ ആയാലും ശരി, അത് വല്ലാത്തൊരു ബുദ്ധിയാണ്. കാരണം പൊട്ടന്മാരെ പറ്റിക്കാൻ പറ്റുള്ളൂ. അതിന് കുറെ മതം അതിന് തിരികെ കയറ്റി ഈ തെരുവിലുണ്ടല്ലോ, അവരിലേക്ക് അങ്ങോട്ട് വിഷം കുത്തിവെച്ച് അവരിത് ഞങ്ങളെ മാതാവാന്ന് പറഞ്ഞെടുക്കും. ആ മാതാവാണ് ഈ കെടുക്കണതൊക്കെ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായമാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം, തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരാം. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.